ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ബ്യൂട്ടി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇതിൻ്റെ പേര് ഹൈ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് മെഷീൻ എന്നാണ്. ഇത് സ്കിൻ ട്രീറ്റ്മെൻറ്റിന് മാത്രമല്ല, ഹെയർ ട്രീറ്റ്മെൻറ്റിനും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഓസോൺ ട്രീറ്റ്മെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് പുതിയതായിട്ടൊന്നും വന്നതല്ല, ഇത് പഴയ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഇത് ഒരുപാട് നാളുകളായിട്ടുണ്ട് എൻ്റെ കയ്യിലിരുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി ആളുകൾക്കൊന്നും അറിയത്തില്ല, അതാണ് കാരണം. പക്ഷെ നമ്മളിത് വെളിയിൽ ഇത് പറഞ്ഞാലല്ലേ ഉള്ളൂ ഇത് എല്ലാവർക്കും അറിയാൻ പറ്റുകയുള്ളൂ. ഇതിന് 4 ട്യൂബുകളുണ്ട്. അതിൽ ഈ പൈപ്പിൽ 2 ടൈപ്പ് ഓഫ് ഗ്യാസ്, അതായത് 2 തരത്തിലുള്ള ഗ്യാസ് ഉണ്ട്. ഒന്നിൽ ഓർഗൻ ഗ്യാസും സെക്കൻഡ് നിയോൺ ഗ്യാസുമാണ്. ഈ നിയോൺ ഗ്യാസ് നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോഴേ തന്നെ അതിന് വിസിബിളായിട്ട് നമുക്ക് കാണാം. ഇത് ഈ ഓർഗൻ ഗ്യാസ്, ഒന്നാമത്തെ ഓർഗൻ ഗ്യാസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രയോജനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സെബം റെഡ്യൂസ് ആക്കും. നിയോൺ ഗ്യാസിൽ നമുക്ക് ലൈറ്റ് വിഷനുണ്ട്. അത് ബ്ലഡ് സർക്കുലേഷൻ, അതുപോലെ തന്നെ കൊളാജൻ ബൂസ്റ്റ് ഒക്കെ ആക്കും. അതുപോലെ തന്നെ ഈ കോമ്പ് പോലെ ഇരിക്കുന്ന ആ ട്യൂബ് സ്കാൽപ്പിന് വേണ്ടി, അതായത് നമ്മളുടെ ഡെൻഡ്രഫ് പ്രോബ്ലം, ബ്ലഡ് സർക്കുലേഷന്, അതുപോലെ തന്നെ മുടി വളരാനായിട്ടും എല്ലാം ഇതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ഫേസിലെ പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ സാഗിങ് എന്നിവരെയുള്ളതും ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ സെബം കൊളാജിൻ ബൂസ്റ്റ് ആകാനായിട്ടും എല്ലാം ഇതുകൊണ്ട് ടൈറ്റ് ആക്കാം. ഫേസ് ലൂസ് ആണെങ്കിൽ ടൈറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നതാണിത്. ഇതിനൊരു സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ, ടൈറ്റ്നെസ് ചെയ്യുന്നതാണിത്. ഫേസ് സാഗിങ് ആയിരിക്കില്ലേ, അതുകൊണ്ട് ടൈറ്റ് ആക്കും. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും റെഡ്യൂസ് ആക്കും. നമുക്ക് വയസ്സാകുന്നത് കുറയ്ക്കാനായിട്ടും ഒക്കെ ഈ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉള്ളത് സാധാരണപ്പെട്ടവർക്ക് ആർക്കും അറിയത്തില്ല. സാധാരണ ഇത് പിമ്പിൾസ് ഉള്ളവരാണ്. പിമ്പിൾസിലെ ബാക്ടീരിയയെ അത് വേരോടെ തന്നെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു ശക്തി ഇതിനുണ്ട്. ഏജ് ഒരു ഫാക്റ്റാണ്, നമുക്കത് ആരെക്കൊണ്ടും നമുക്ക് കുറയ്ക്കാൻ സാധിക്കത്തില്ല. ഒരു പരിധി വരെ ഒരു വിസിബിളായിട്ട് കുറയ്ക്കാമെന്നല്ലാതെ ഇപ്പം ഏജ് കുറയ്ക്കാൻ സാധിക്കത്തില്ല.